ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഞാൻ പതുപോലെ എണീറ്റ് രാവിലെ താഴെ എത്തിയപ്പോഴത്തേക്ക് മീനു ഭയങ്കര എഴുത്ത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ സിനിമയുടെ തിരക്കഥ റെഡിയാക്കുന്നതാണെന്ന്. എന്നാലല്ല, PSC ക്ലാസ്സിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണേ. അടുത്തൊരാൾ രാവിലെ തന്നെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുട്ടിമാമൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇരുന്ന് തിന്നെയാണ് കേട്ടാ. പിന്നെ ഈ കുട്ടിമാമൻ എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ കുട്ടിയെങ്കിൽ തന്നെയാണേ. ആ ചിരിയിലൊരു കള്ളത്തരം ഫീൽ ചെയ്തുകൊണ്ട് 4 സൈഡും കണ്ണൊന്ന് പരതി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണിത്. രാവിലെ തന്നെ മുട്ടായെല്ലാം വലിച്ചു കയറ്റിയിട്ട് അതിന്റെ സൈഡ് ഡിഷായിട്ടാണ് ഈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പതിപോലെ ഞാനും നൈനും വണ്ടി എടുത്ത് നേരെ ജിമ്മിലേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വിരലടയാളം വെച്ചിട്ട് അകത്ത് കയറാൻ പറ്റാതെ എന്നെയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന മിനിച്ചേച്ചിയാണേ. പിന്നെ ഒന്നും നോക്കിയില്ല, എന്റെ വിരലടയാളം വെച്ച് അവരകത്ത് കയറ്റിയിട്ട് ഇനി അവരെ വായിരിക്കണ ചീത്ത കേൾക്കണ്ടെന്ന് വിചാരിച്ച് ചേച്ചിയുടെ ബാക്കിയുള്ള 9 വിരലടയാളങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഞാൻ ജിമ്മിനകത്തേക്ക് കയറിയത്. എന്നിട്ട് ഞാൻ അവിടെ അത്രയും പരതി എന്റെ PT കാണാനില്ല. അതുകൊണ്ട് ഞാനും നൈനും എന്ത് ചെയ്ത് ജിമ്മിന് താഴെയുള്ള ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നൈനുവിന് ഒരേ നിർബന്ധം, അവർക്ക് ദോശയുടെ കൂടെ ചമ്മന്തി മതി. അങ്ങനെ എനിക്ക് ദോശയും കിഴങ്ങറിയും പപ്പടവും, അവക്ക് ചമ്മന്തിയും ദോശയും പപ്പടവും പിന്നെ ഒരു കട്ടനും കഴിച്ചിട്ട് നേരെ വീണ്ടും ജിമ്മിലേക്ക് വന്നപ്പോഴും അടുത്ത കാഴ്ച. ജിമ്മിൽ കയറാതെ സ്റ്റെപ്പ് വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന അരുണിമ. അത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോ ദേ പിന്നെയും മിനി ചേച്ചി ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നു. ഗുപ്തന്റെ പെങ്ങളാണെന്നാണ് വിചാരം. സത്യത്തിൽ അത് ചൂട് ചായ ഒന്നും അല്ല കേട്ടാ. പുള്ളിക്കാരി ചൂട് വെള്ളം കൊണ്ടുവന്നിട്ട് ചൂടായതുകൊണ്ട് ഊതി ഊതി കുടിച്ചതാണ്. അങ്ങനെ എന്റെ PT എത്തി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത്. എന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചതുകൊണ്ട് അവനൊരു റെസ്റ്റും കൊടുക്കാതെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യിപ്പിച്ചത്. അവസാനം വേണ്ട പുള്ളി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ. അങ്ങനെ ഇവരുടെ എല്ലാം പ്രാക്ക് വാങ്ങിച്ച് കെട്ടി നേരെ തിരിച്ച് ഞാനും നൈനും വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്തിരുന്ന എൻ്റെ ഒരു പെർഫ്യൂം എത്തി. അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതാണ്ട് ഇതാണ് സംഭവം. സാധനം കൊള്ളാം, നല്ല മണമൊക്കെ ഉണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാം ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇരുന്നൊരു സിനിമ ഉണ്ട്. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ വീണ്ടും നേരെ ജിമ്മിലേക്ക് എത്തി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഉണ്ണിച്ചേട്ടൻ കഷ്ടപ്പെട്ട് വെയിറ്റ് എടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ അതിന് അത്ര വെയിറ്റ് ഒന്നുമില്ല, എന്നെ കണ്ടതുകൊണ്ട് കുറച്ച് എക്സ്പ്രഷൻ കൂടുതൽ ഇട്ടെന്നേ ഉള്ളൂ. ആ അഭിനയം കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അടുത്തൊരുത്തം ഫോണും കൊണ്ട് ജിമ്മിനകത്ത് മൊത്തവും പാറിപ്പറന്ന് കിടക്കുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞ് വർക്കൗട്ട് തുടങ്ങിയാല അതിന്റെ ഒരു സെറ്റും ചെയ്തിട്ട് നേരെ അടുത്തുള്ള കടയിൽ നാരങ്ങുള്ളം കുടിക്കാൻ ഓടും. എന്നിട്ടാണ് ബാക്കി വർക്കൗട്ട് വന്ന് ചെയ്യണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുകളിലെത്തിയപ്പോഴത്തേക്കും എല്ലാരെയും കൊണ്ട് ഗ്രൂപ്പ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ സ്വന്തം അശ്വന്ത്. എന്നിട്ട് താഴെ വന്ന് ഞാനും മീനും കൂടെ ഒരു ഫോട്ടോ എടുത്ത്. അത് കണ്ട് ഇഷ്ടപ്പെടാതെ നൈന് പിണങ്ങിപ്പോയി. അങ്ങനെ പിണങ്ങിപ്പോയ നൈനിനെ ഓട്ടിച്ചിട്ട് പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് ഒരു വീഡിയോ തന്നെ അങ്ങ് എടുത്ത്.